ശ്രീകുമാറിലേക്ക്. അല്ല, ശ്രീ നിങ്ങൾക്ക് എന്താ ശ്രീകുമാർ, തെളിവ്? ഞങ്ങൾ കത്ത് വാങ്ങിച്ചോണ്ടാ ചെയ്തതെന്ന് അങ്ങേക്ക് എന്താ തെളിവ്? സ്വാഭാവികമായും ഡോക്ടർ ഗോപൻ അങ്ങ് ഉന്നയിച്ച ഏത് പല തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യങ്ങൾക്കും പല പറയുന്നത്? ഇത് തെളിവ് ആരോപണങ്ങൾക്കും ഏത് താങ്കൾക്ക് മറുപടി തെളിവിന്റെ ഉണ്ടാകും. അടിസ്ഥാനത്തിലാണ് CPM അതിൽ കത്ത് ഏറ്റവും വാങ്ങിച്ചോണ്ടാ പ്രധാനപ്പെട്ട ചെയ്തതെന്ന് കാര്യം പറയുന്നത്? ഇതാണ്. അതായത് KSU സംസ്ഥാന അധ്യക്ഷനും KPCC ജനറൽ സെക്രട്ടറിയും മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താൻ അതിനുള്ള സമയം ചോദിച്ചു. പക്ഷെ അതുപോലും നിഷേധിച്ചു. മാത്രമല്ല, അതിനിടെയാണ് ഹിന്ദു ഐക്യവേദി നേതാക്കളുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയത്. അത് അദ്ദേഹം തുറന്നു പറയുന്നുമുണ്ട്. അതായത് കോൺഗ്രസ് നേതാക്കൾക്ക്, KSUവിന്റെ നേതാവിന് പോലും ഈ കൂടിക്കാഴ്ചയ്ക്ക് അവസരം നിഷേധിക്കുന്നു. അതിന്റെ കാരണം എന്ന് ചോദിച്ചാൽ തന്നെ ചോദ്യം ചെയ്തു. അതായത് മുഖ്യമന്ത്രിയെ നേരിട്ട് ചോദ്യം ചെയ്തു. അദ്ദേഹത്തിന്റെ നിലപാടിനെതിരെ ഒരു നിലപാട് സ്വീകരിച്ചു. അതുകൊണ്ട് മാത്രം കൂടിക്കാഴ്ചയ്ക്ക് അവസരം നിഷേധിക്കുന്ന സാഹചര്യം. മുൻപ് പിണറായി വിജയൻ ഏകാധിപതി എന്ന് പറഞ്ഞ് കോൺഗ്രസുകാർ അധിക്ഷേപിച്ചതാണ്. ഇവിടെ സമാനമായ നിലപാട് തന്നെയല്ലേ VD സതീശനും വെച്ച് പുലർത്തുന്നത്? നോക്കൂ ശ്രീ ടോം, അതായത് VD സതീശനെ എന്ന മുഖ്യമന്ത്രിയെ ആർക്ക് വേണമെങ്കിലും കാണാമെന്നും അദ്ദേഹത്തിന്റെ ഓഫീസിലെ തിരക്കിനെ കുറിച്ച് ഉള്ള വാർത്തകളും ഒക്കെ നമ്മൾ നിരന്തരം കാണുന്നതും കേൾക്കുന്നതുമാണ്. KSU ഒരാക്ഷേപം ഉന്നയിച്ചതിന് ശേഷം അവർ അദ്ദേഹത്തെ കാണാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അവർ കാണുന്ന പറഞ്ഞിട്ടുണ്ട്. അവർ കണ്ടതായിട്ടോ അല്ലെങ്കിൽ ചോദിച്ചിട്ട് അനുമതി നിഷേധിച്ചതായിട്ടോ എൻ്റെ അറിവിലില്ല. അത് അവരാണ് പറയേണ്ടത്. പിന്നെ നിയാസ് ആണ് അനുമതി ചോദിച്ചിട്ട് അത് കിട്ടാതിരുന്നു എന്നുള്ള വാർത്ത വന്നത്. അത് ശരിയായിരിക്കാം. കാരണം എന്താ വെച്ചാൽ അത് ഒരുപക്ഷെ കോൺഗ്രസിനുള്ളിലത്തെ ഒരു തർക്കത്തിന്റെ ഞാൻ പറഞ്ഞല്ലോ, ഉൾപ്പിരിവുകൾ ഞാൻ പറഞ്ഞല്ലോ. നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ ചില യാഥാർത്ഥ്യ ബോധത്തോടെ തന്നെ സംസാരിക്കണം. അത് ശ്രീ PK ഗോപനും അറിയാൻ. എൻ്റെ ഒരു നിലപാട് അങ്ങനെയാണ്. ഞാൻ കോൺഗ്രസിന് വേണ്ടി വാദിക്കും, അത് വേറെ വിഷയം. കോൺഗ്രസ്സുകാരനായ പത്രപ്രവർത്തകനാണ്, സംശയമൊന്നുമില്ല. പക്ഷെ ഇത് ഞാൻ തന്നെയാ പറയുന്നത്. ആ ഉൾപ്പിരിവുകളുടെ ഭാഗമായിട്ട് ഒരു പക്ഷേ അദ്ദേഹം ഒരു സന്ദർശന അനുമതിയൊക്കെ എന്തെങ്കിലും പറഞ്ഞ് നിഷേധിച്ചിരിക്കുക. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, കോൺഗ്രസ്സുകാർക്ക് നിഷേധിച്ചിട്ട് മറ്റുള്ളവർക്ക് കാണാൻ അനുമതി കൊടുത്തല്ലോ. അല്ലാണ്ട് കോൺഗ്രസ്സുകാർക്ക് മാത്രം അനുമതി കൊടുത്ത് മറ്റുള്ളവർക്ക് നിഷേധിച്ചിട്ടില്ലല്ലോ. മുമ്പ് അങ്ങനെ ആയിരുന്നില്ലല്ലോ. മുഖ്യമന്ത്രി ഓഫീസ് എന്ന് വെച്ചാൽ ഒരു ഈച്ചയ്ക്ക് പോലും കടക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നില്ലേ? സെക്രട്ടേറിയറ്റ് വളപ്പിലേക്ക് ഗവൺമെന്റ് അംഗീകാരമുള്ള കാർഡ് കൈവശമുള്ള, ഞാനൊക്കെ അനുഭവിച്ചിട്ടുള്ളതാണ് ആ കാർഡിന്റെ ഒരു സ്വാതന്ത്ര്യവും അധികാരവും ഒക്കെ. അവർക്ക് പോലും സെക്രട്ടേറിയറ്റ് വളപ്പിൽ കടക്കാൻ പറ്റിയില്ല. ആ ഒരു കാലം ഉണ്ടായിരുന്നു നമുക്ക്. അപ്പൊ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് മുഖ്യമന്ത്രിയെ കാണാൻ ശ്രമിച്ചു. കോൺഗ്രസ്സുകാർക്ക് അനുമതി കൊടുത്തില്ല. ആയിക്കോട്ടെ, കോൺഗ്രസിലെ ആ തർക്കം വരും, ആ പ്രശ്നം വരും, തർക്കം ഉണ്ടാകും, അവര് പരിഹരിച്ചോളൂ. അതാണ് അതിന്റെ കാര്യം. പുറമേ ഉള്ളവർക്ക് കൊടുത്തു എന്നുള്ളതാണല്ലോ ആക്ഷേപം. അത് സംഘപരിവാർ ഉണ്ടാവാം, CPM ഉണ്ടാവാം, എല്ലാവരും കാണും. മുഖ്യമന്ത്രി ആർക്കും കാണാം. ഇന്നയാളെ മാത്രമേ കാണൂ എന്നില്ല. അതൊക്കെ അദ്ദേഹം മുഖ്യമന്ത്രി തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. എനിക്ക് ന്യായീകരിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ നിയമന കാര്യമാണ്. ഇവിടെ ലോയേഴ്സ് കോൺഗ്രസിന്റെ പ്രതിനിധി ഉണ്ടല്ലോ, അദ്ദേഹം, എനിക്കറിയില്ല, ഞാൻ പറഞ്ഞല്ലോ, ആദ്യമേ പറഞ്ഞല്ലോ, ലോയേഴ്സ് കോൺഗ്രസിന് സ്റ്റേറ്റ് കമ്മിറ്റി എന്ന ഒരു ഒറ്റയ്ക്കുള്ള കമ്മിറ്റി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അത് അദ്ദേഹമാണ് വിശദീകരിക്കേണ്ടത്. അതിലെന്തോ ചില അഭിപ്രായ ഭിന്നതയൊക്കെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ചാല്, നിയമനം നടത്തുമ്പോൾ ലോയേഴ്സ് കോൺഗ്രസ് തന്ന ലിസ്റ്റിൽ നിന്നാണ് നിയമനം നടത്തിയെന്നാണോ സതീശൻ പറഞ്ഞത്? അത് ലോയേഴ്സ് കോൺഗ്രസ് തന്ന ലിസ്റ്റിൽ ഈ 2 പേര് ഉൾപ്പെടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇനി അങ്ങനത്തെ ലിസ്റ്റ് കാണിച്ചാൽ തന്നെ സാധാരണഗതിയിലെ ഗവൺമെന്റ് അഭിഭാഷകനെ നിയമിക്കുമ്പോൾ ഗവൺമെന്റിന് വിശ്വാസം വേണം. അതിന് 3 ആഴ്ച മുമ്പ് ശ്രീ ഗോപൻ ഒരു ഉദാഹരണം കണ്ടില്ലേ? തിരുവനന്തപുരത്തെ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ ഒരു പ്രതിക്ക് ജാമ്യം കിട്ടാൻ വേണ്ടി ഗവൺമെന്റ് അഭിഭാഷക കൃത്യമായി പറഞ്ഞില്ലെന്നൊരു ആക്ഷേപം വരികയും ആ അഭിഭാഷകയെ മാറ്റുകയും പുതിയ അഭിഭാഷകനെ നിയമിക്കുകയും ചെയ്തത് നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അപ്പൊ ഗവൺമെന്റിന് വിശ്വാസമുള്ള അഭിഭാഷകൻ വേണം. അവരുടെ ഭൂതകാല രാഷ്ട്രീയം ചർച്ചയാകും. കാരണം രാഷ്ട്രീയമായ കാഴ്ചപ്പാട് പാർട്ടിക്കാരെടുക്കുമ്പോൾ അവരുടെ ഭൂതകാല രാഷ്ട്രീയം ചർച്ചയാകും. ഭൂതകാല രാഷ്ട്രീയത്തിൽ അവർ കമ്മ്യൂണിസ്റ്റ് ആയിരിക്കാം, പക്ഷെ വർത്തമാനകാല രാഷ്ട്രീയത്തിൽ അവർ കോൺഗ്രസിലേക്ക് വന്നാൽ അത് സ്വാഗതം ചെയ്യണ്ടേ? ഭൂതകാല രാഷ്ട്രീയത്തിൽ നിന്ന് എത്രയോ പേരെ വർത്തമാനകാല രാഷ്ട്രീയത്തിലെ കോൺഗ്രസ് ഉൾക്കൊണ്ടിരിക്കുന്നു. പ്രമുഖ CPM നേതാക്കളായ ഇപ്പോഴും മാർക്സിസ്റ്റ് നേതാക്കളായ G സുധാകരൻ, TK ഗോവിന്ദൻ മാഷ്, V കുഞ്ഞികൃഷ്ണൻ, ഇവരെല്ലാവരും UDF MLA-മാരല്ലേ, അനുകൂല MLA-മാരല്ലേ? അവരെ കോൺഗ്രസ് സ്വീകരിച്ചില്ലേ? അപ്പൊ ഭൂതകാല രാഷ്ട്രീയം ചകഞ്ഞു പോകരുത്. വർത്തമാനകാല രാഷ്ട്രീയത്തിൽ അവരുടെ നിലപാടെന്താണ്? ഗവൺമെന്റ് നിയമിക്കപ്പെടുന്ന അഭിഭാഷക പൂർവ്വകാല രാഷ്ട്രീയം വെച്ചുകൊണ്ട് ഗവൺമെന്റിനെ വെട്ടിലാക്കുമോ, കുഴിയിൽ ചാടിക്കുമോ? ഇതാണ് അന്വേഷിക്കേണ്ടത്. അത് അന്വേഷിക്കാൻ പറ്റും എന്നുള്ള ഒരു പറ്റുമെന്നുള്ള ഒരു ചിന്ത ഉള്ളതുകൊണ്ട്, ഉറച്ച ചിന്തയുള്ളതുകൊണ്ടായിരിക്കുമല്ലോ മുഖ്യമന്ത്രി നിയമിച്ചിട്ടുണ്ടാവുക. അതാണ് അതിന്റെ കാര്യം. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കോൺഗ്രസിലെ കുഴിയിൽ ഇറക്കാൻ
നിയമിക്കപ്പെട്ട ഏതെങ്കിലും ആളുകൾ ചെയ്താൽ അന്ന് അക്കാര്യം ചർച്ച ചെയ്യാവുന്നതേ ഉള്ളൂ. അത് ചർച്ച ചെയ്യാത്ത അവസ്ഥ ഇല്ല എന്ന് നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഞാൻ PSCയുടെ കാര്യമൊക്കെ പറഞ്ഞ എന്താ അറിയാമോ, ക്രൈംബ്രാഞ്ച് ശ്രീ എൻ ഗോപകുമാർ അങ്ങ് പറഞ്ഞു അവരുടെ ഭൂതകാല രാഷ്ട്രീയം പരിശോധിക്കേണ്ട, വർത്തമാനകാല രാഷ്ട്രീയം പരിശോധിച്ച് അവർക്ക് നിയമനങ്ങളാകാം. അങ്ങനെയെങ്കിൽ നമുക്കറിയാം, സാധാരണ ഒരു സർക്കാർ വരുമ്പോൾ, അധികാരത്തിൽ വരുമ്പോൾ ഈ അധികാരത്തിന്റെ പങ്ക് പറ്റാൻ വേണ്ടി പലരും പാർട്ടി മാറും. അത് കേരളത്തിൽ മാത്രമല്ല, നമ്മൾ രാജ്യത്തെമ്പാടും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ്. ഇതുപോലെ ഈ അധികാരത്തിന്റെ ഭാഗമാകാൻ വേണ്ടി, ഈ ഗവൺമെന്റ് സർക്കാർ അഭിഭാഷകരാകാൻ വേണ്ടി കൂറുമാറിയവരുണ്ട്, പാർട്ടി മാറിയവരുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഒരു മുൻ SFI നേതാവ് ഒരു ജിയോന ജെയിംസിനെ ഈ പട്ടികയിലേക്ക് ഉൾപ്പെടുത്തിയത്. മാത്രമല്ല, നേരത്തെ ഡോക്ടർ ഗോപൻ സൂചിപ്പിച്ചതുപോലെ മുൻ ABVP പ്രവർത്തകരുണ്ട്, BJPയുടെ പ്രവർത്തകരൊക്കെ സർക്കാർ അഭിഭാഷക പട്ടികയിൽ കടന്നുകൂടിയിട്ടുണ്ട്. ഒരുപക്ഷെ ഈ അധികാരത്തിന്റെ പങ്കുപറ്റാൻ വേണ്ടി രാഷ്ട്രീയ നിലപാട് മാറ്റിയതല്ലേ അവരൊക്കെ? അങ്ങനെ സംശയിക്കേണ്ടതല്ലേ? അല്ല, അതെങ്ങനെയാണെന്ന് വെച്ചാല് രാഷ്ട്രീയത്തിൽ നിലപാട് മാറ്റം എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. നിലപാടുകൾ മാറ്റാം എന്നുള്ളത് അതുകൊണ്ട് അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. അത് അവസരവാദം എന്നൊക്കെ പറയും, വ്യക്തിപരമായ കാര്യം വരുമ്പോൾ അവസരവാദം എന്ന് പറയും. ഗവൺമെന്റിന്റെ നിലപാടുകൾ മാറ്റുമ്പോൾ അതിന് U-turn എന്ന് പറയും. അങ്ങനെ പല മറ്റു വിശേഷണങ്ങളുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഈ നിയമിക്കപ്പെട്ട വ്യക്തി 2023 ലോയേഴ്സ് കോൺഗ്രസിൽ അംഗമാണെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ 3 വർഷം മുമ്പ് ചേർന്നതാണ്. അന്ന് UDF അധികാരത്തിലല്ല വരിക, LDFന്റെ തുടർഭരണമാണെന്ന് കൃത്യമായി പറഞ്ഞ ഒരാളാണ് ഡോക്ടർ PK ഗോപൻ. ഞാൻ അതിലാണ് അന്ന് വിശ്വസിച്ചിരുന്നത്. അന്ന് വേണമെങ്കിൽ LDFൽ നിന്ന് UDFിലേക്ക് വരണമെങ്കിൽ LDF-ആയിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കാം, മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കാം. ഇപ്പൊ ഡോക്ടർ P സരീൻ കോൺഗ്രസിന്റെ എല്ലാ വിഷയങ്ങളിലും കോൺഗ്രസിനെ ന്യായീകരിക്കുകയും പിണറായി വിജയനെയും അദ്ദേഹത്തിന്റെ ഗവൺമെന്റിനെയും രൂക്ഷമായി രാഷ്ട്രീയമായി വിമർശിക്കുകയും ചെയ്ത ഡോക്ടർ P സരീനെ അവര് ഒരു 80,000 രൂപ ശമ്പളത്തിൽ അവസാനകാലം നിയമിച്ചില്ലേ CPM? അപ്പൊ അന്ന് എന്താ പറഞ്ഞത്? അന്ന് കോൺഗ്രസ് ഒരുപക്ഷെ ആക്ഷേപിച്ചിട്ടുണ്ടാകാം, പാവപ്പെട്ട CPM കാരെ മറികടന്നുകൊണ്ട് കോൺഗ്രസ്സുകാരെ വെക്കുന്നു എന്ന്. KP അനിൽകുമാർ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് വന്നപ്പോൾ അദ്ദേഹത്തിന് കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം കൊടുത്തില്ലേ? അതുപോലെ പ്രശാന്ത് രാജിവെച്ച് വന്നപ്പോൾ അദ്ദേഹത്തിന് ട്രാവൻകൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ പ്രസിഡന്റ് സ്ഥാനം കൊടുത്തില്ലേ? രാഷ്ട്രീയത്തിൽ ഇതൊക്കെ സ്വാഭാവികമാണെന്ന് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ വിഷയത്തിന്റെ അടിസ്ഥാനമായിട്ട് ഞാൻ കാണുന്നത് കോൺഗ്രസിലെ ഉൾപിരിവുകളാണ്. തർക്കമില്ല, കോൺഗ്രസിലെ ഉൾപിരിവുകളാണ്. ആ ഉൾപിരിവുകൾ തീർക്കണമെങ്കിൽ നേരത്തെ ശ്രീ ടോം പറഞ്ഞതുപോലെ KPCC സംവിധാനം വരണം. KPCC പ്രസിഡന്റ് വളരെ ധൈര്യശാലിയായ, ആർജവമുള്ള, നിർദ്ദേശിക്കാൻ കെൽപ്പുള്ള ഒരാളാണെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിന് ഇനിയും വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷേ ഏതെങ്കിലും ഒരാളായിട്ടാണ് KPCC പ്രസിഡന്റ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ വന്നിട്ട് അങ്ങനെ പെരുമാറുന്നതെങ്കിൽ കോൺഗ്രസിന് ബുദ്ധിമുട്ടുണ്ടാക്കും. KPCC പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ കോൺഗ്രസിനെ നിയന്ത്രിക്കുകയും UDF സംവിധാനത്തെ ബലപ്പെടുത്തുന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്യുന്ന ഒരാളാണ്. പണ്ട് CPM-ൽ അങ്ങനെ ആയിരുന്നു. 10 വർഷം മുമ്പ് CPM-ലെ പാർട്ടി സെക്രട്ടറിക്കായിരുന്നു റോൾ. പിന്നീട് അത് മുഖ്യമന്ത്രിയായിട്ട് മാറി. കോൺഗ്രസിലെ പോലെ കോൺഗ്രസിൽ ഒരു കാലത്ത് KPCC പ്രസിഡന്റ് ആയിരുന്നു മുഖ്യമായ റോൾ വഹിച്ചത്. മുഖ്യമന്ത്രി വേറെ പാർലമെന്ററി പാർട്ടി ലീഡറായിരുന്നു. രണ്ടുപേരും തമ്മിൽ തർക്കം ഉണ്ടായിട്ടുണ്ട്. കരുണാകരൻ ആന്റണി തർക്കം ഉദാഹരണം. അതുപോലെ CPM-ൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ CPM-ൽ VS പിണറായി തർക്കം ഉണ്ടായ സമയത്ത് തന്നെ പിൽക്കാലത്ത് അത് പാർട്ടി കേന്ദ്രീകരിച്ചത് മുഖ്യമന്ത്രിയിലേക്കാണ്. സ്വഭാവം മാറിപ്പോയി. അതുപോലെ ഇപ്പോഴത്തെ KPCC പ്രസിഡന്റാണ് കോൺഗ്രസിന്റെ അവസാന വാക്ക്. അദ്ദേഹം ഒരു നിയമനം നടത്താൻ പാടില്ലെന്ന് പറഞ്ഞാൽ നിയമനം നടക്കില്ല, മുഖ്യമന്ത്രി എത്ര കരുത്തനാണെങ്കിലും. ആ സംവിധാനം വരികയാണെങ്കിൽ ഈ പ്രശ്നമില്ല. ഇപ്പൊ എന്താ പ്രശ്നം? KPCC ഇല്ല, പറയാൻ ആളില്ല, വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാടെന്ന രീതിയിലേക്ക് മാറുക. ഇത് പറയുന്നത് കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന ഒരാളായ ഞാൻ തന്നെയാണ്. പക്ഷെ ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ കണ്ടില്ലെന്ന് നടിച്ചാൽ അത് പാർട്ടിക്ക് ദോഷമായി ഭവിക്കും. പാർട്ടിയെ ഏത് രീതിയിലും വന്ന് പാർട്ടിയെ ന്യായീകരിക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടാകാം. പക്ഷെ പാർട്ടിയെ വിമർശനാത്മകമായ ഒരു സമീപനത്തോടെ ന്യായീകരിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യം പറഞ്ഞത്. യെസ്, വ്യക്തമാണ്. N ശ്രീകുമാർ, അങ്ങിലേക്ക് എത്താം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.